ഹലോ ഗൈസ്, ഞങ്ങളിന്ന് ഉയരെന്ന് പറഞ്ഞിട്ടുള്ള ഒരു വനിതാ കലോത്സവത്തിന് പോവാണ് കേട്ടോ. അപ്പോൾ ഞാനും അമ്മയും കൂടിയാണ് കേട്ടോ ഡാൻസ് ചെയ്യുന്നത്. ഞങ്ങളെ കോസ്റ്റ്യൂമാണ് കേട്ടോ അത്. അപ്പോൾ ഞങ്ങൾ അവിടെ എത്തിയപ്പോഴത്തേക്ക് ഡാൻസൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. രാവിലെ മുതലേ ഡാൻസൊക്കെ ഉണ്ട് കേട്ടോ. 4 ദിവസത്തെ 3 ദിവസത്തെ പരിപാടിയാണ് കേട്ടോ. ഞങ്ങൾക്ക് ഇന്നാണ് കേട്ടോ ഡേറ്റ് കിട്ടിയത്. ഉച്ചയ്ക്ക് ശേഷം ആയതുകൊണ്ട് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് കേട്ടോ വന്നത്. ഭയങ്കര സന്തോഷത്തോടെ ആട്ടോ ഞങ്ങളവിടെ നിൽക്കുന്നത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനും അമ്മയും കൂടി ആദ്യമായിട്ടാട്ടോ ഒരു സ്റ്റേജിൽ പെർഫോം ചെയ്യാൻ പോകുന്നത്. എത്രയോ ഡാൻസ് കളിച്ചെങ്കിൽ കൂടി ഞങ്ങൾ രണ്ടാളും കൂടി ആദ്യമായിട്ടാട്ടോ ഇവിടെ കളിക്കുന്നത്. ഇവമോൾ ഇതാ ലല്ലുവിൻ്റെ കൂടെ നടക്കുക കേട്ടോ. ലല്ലു എടുക്കണം എന്ന് പറഞ്ഞിട്ട് ലല്ലുവിൻ്റെ അടുത്ത് ഇങ്ങനെ ചാടുമായിരുന്നു. എനിക്കാണെങ്കിൽ ഉറക്കം വന്നിട്ട് നിൽക്കാൻ കഴിയില്ലേന് കേട്ടോ. കാരണം എനിക്ക് ഇന്നലെ രാത്രി ഉറങ്ങാനൊന്നും പറ്റിയില്ലായിരുന്നു. രാത്രി ഒരു കേക്കിൻ്റെ ഓർഡർ കിട്ടിയിരുന്നു രാവിലെ കൊടുക്കാൻ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് കിടക്കുമ്പോഴത്തേക്ക് ലേറ്റ് ആയിരുന്നേ. ഇവിടെ പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ പ്രായമോ കാര്യമോ ജാതിയോ മതമോ അങ്ങനെ ഒന്നും നോക്കാണ്ട് എല്ലാവരും ഡാൻസ് ചെയ്യുന്ന കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. കാരണം പ്രായമൊന്നും നോക്കണ്ട, എത്രയോ ഏജായ ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. ഒപ്പനയായിട്ട് തിരുവാതിരയും ഗ്രൂപ്പ് ഡാൻസ് ഒക്കെ ആയിട്ട് കളിക്കുന്നുണ്ട് കേട്ടോ. ഇതെല്ലാവർക്കും ഒരവസരം കൊടുക്കണം കേട്ടോ. മറ്റേ നമ്മൾ കലോത്സവത്തിനൊക്കെ പോകുമ്പോൾ എല്ലാവരും പഠിച്ച് ട്രെയിൻ ചെയ്ത് അങ്ങനെ നല്ല എപ്പോഴോ ചെറുപ്പം മുതൽ പഠിക്കുന്നവരൊക്കെ ആയിരിക്കുമല്ലോ അതിൽ കളിക്കുക. പക്ഷേ ഇതങ്ങനെ ഒരു പഠിച്ചതൊന്നും അല്ല കേട്ടോ. ഇതിന് വേണ്ടിയിട്ട് അവരെല്ലാവരും കൂടി കൂടിയിട്ട് നല്ല രസമുണ്ട് കാണാൻ കേട്ടോ. പിന്നെ ഇത് ഞാനും അമ്മയും ഡാൻസ് കളിക്കണതിൻ്റെ ചെറിയൊരു ഭാഗമാണ് കേട്ടോ. ഞങ്ങൾ കളിക്കുന്ന സമയത്ത് ഇവമോളും ലല്ലോ ഞങ്ങളുടെ അടുത്തുള്ള നേഴ്സറി ടീച്ചറെ കയ്യിലായിരുന്നു കേട്ടോ. പിന്നെ കുറേ ആൾക്കാർ ആ അമ്മയും മോളാണല്ലേ കളിക്കുന്നത് അങ്ങനെയൊക്കെ പറയുമ്പോൾ ഭയങ്കര സന്തോഷമായി. അവർക്കും സന്തോഷമായി അമ്മയും മോളും കൂടി ഒരു വേദിയിൽ കളിക്കുക എന്ന് പറയുമ്പോൾ. എന്തായാലും നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. അവിടെ പിന്നെ ഉച്ചയ്ക്കുള്ള ഭക്ഷണവും വൈകുന്നേരത്തെ ചായയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ പിന്നെ ഉച്ചയ്ക്കുള്ള ചോറ് തിന്നിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അതിനോട് പിന്നെ ചോറും തിന്നാൻ നിന്നില്ല. പിന്നെ ഞങ്ങൾ ഇതാ പോയി സമ്മാനമൊക്കെ വാങ്ങിയതിന് ശേഷം പോയി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തേ. പിന്നെ ഇതാ ഞങ്ങൾ അവിടുന്ന് ചായയൊക്കെ കുടിച്ചിട്ടോ. ചായയും ബിസ്ക്കറ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ പിന്നെ അവിടുന്ന് വേഗം ഇറങ്ങിയേ. കാരണം ഞങ്ങൾ ബസ്സിനാട്ടോ റിട്ടേൺ പോയിരുന്നേ. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.